ഹലോ ചേട്ടാ, ഞാനിപ്പോൾ ഫേസ് കഴുകുമ്പം നിങ്ങൾ ആ ഒരു ബ്രൈറ്റനിങ്ങും എൻ്റെ ഫേസിലുണ്ടായ ആ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു മാറ്റവും നിങ്ങൾ കണ്ടോ? അപ്പോൾ ഇതൊരു പായ്ക്കാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു സ്കിൻ കെയർ ആണ്. ഈ ഒരു പായ്ക്ക് എനിക്കൊരു ബ്യൂട്ടീഷ്യൻ പറഞ്ഞു തന്നെ കേട്ടോ. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത്രയും റിസൾട്ട് എൻ്റെ മുഖത്ത് കിട്ടിയേക്കുന്നത്. അപ്പോൾ ബ്യൂട്ടീഷ്യൻ പറഞ്ഞു തന്നെ ആ ഒരു സീക്രട്ടായിട്ടുള്ള ഒരു ഫേസ് പായ്ക്ക് എന്താണെന്ന് കാണണ്ടേ? അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. എന്നിട്ട് നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫേസിലുണ്ടാകുന്ന അത്ര ഒരു വല്ലാത്തൊരു മാറ്റമാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ എന്ത് സാധനമാണ് ഞാൻ യൂസ് ചെയ്തതെന്ന് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ? ഹലോ, എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്കിൻ കെയർ ആണ്. നമ്മളിപ്പോൾ മഴയൊക്കെ പിടിച്ച് എല്ലാവരും നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റിയ ഒരു രണ്ട് സാധനം കേട്ടോ. രണ്ട് സാധനം കൊണ്ട് നമ്മുടെ ഫേസിന് ഒരു ബ്രൈറ്റൻ, ഒരു വൺ നല്ല 2 ഷെയ്ഡ് ഒരു ലൈറ്റിൻ ചെയ്യാൻ പറ്റിയ ഒരു പായ്ക്കിൻ്റെ വീഡിയോ ആണ്. ഇതെനിക്ക് പറഞ്ഞു തന്നത് ബ്യൂട്ടി പാർലർ ഒരു കൊച്ചാണ് കേട്ടോ. ഒരു ബ്യൂട്ടീഷ്യൻ പറഞ്ഞു തന്നെയാണ്. അത് ഞാൻ പറഞ്ഞു തരാം, വഴിയേ നമ്മുടെ വീഡിയോയിലോട്ട് ഞാൻ പറഞ്ഞു തരാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. എന്തൊക്കെ സാധനങ്ങളാണ്, എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതേണ്ട ഞാൻ അതിന് യൂസ് ചെയ്യുന്നത് ഈ ഒരു പൗഡറാണ്. ഇതെന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? ഇതേണ്ട നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ഇത് മറ്റൊന്നുമല്ല, നമ്മുടെ ബീട്രൂട്ട് പൗഡർ കേട്ടോ. ബീട്രൂട്ടിൻ്റെ പൊടിയാണ്. ഇത് ഞാനിപ്പം അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിയത് കേട്ടോ. ബീട്രൂട്ട് പൗഡറാണ് നമുക്ക് വേണ്ടുന്ന മെയിനായിട്ടുള്ളത്. മെയിനെന്നല്ല, ഇതാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഞാൻ ഇതാണ് വാങ്ങിയ ബീട്രൂട്ട് പൗഡർ. ഇത് നമ്മളൊരു അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിയത് കേട്ടോ. അപ്പം നമുക്ക് വേണ്ടുന്നത് ഇത് മിക്സ് ചെയ്യാൻ നമുക്ക് പാലാണ് ഉപയോഗിക്കുന്നത്. ആ ബ്യൂട്ടീഷ്യൻ എന്നോട് പറഞ്ഞു തന്നത് റോസ് വാട്ടറാണ്. പക്ഷേ എനിക്ക് ഈ റോസ് വാട്ടർ എൻ്റെ സ്കിന്നിന് സ്യൂട്ട് ആവാത്തതുകൊണ്ട് പാലാണ്. അപ്പം നിങ്ങൾക്ക് റോസ് വാട്ടർ യൂസ് ചെയ്താൽ പ്രശ്നമില്ല സ്കിന്നിനെന്നുള്ളവർ ഇതും റോസ് വാട്ടറൂടെ യൂസ് ചെയ്യാം. അല്ലാത്തവർ ഇതും പാലും കൂടെ യൂസ് ചെയ്യുക. അപ്പം ഞാൻ പാൽ ഉപയോഗിച്ചിട്ടാണ് ഞാനിത് പായ്ക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. ഭയങ്കര റിസൾട്ടാട്ടോ. അതായത് ഞാൻ ഒരു വട്ടം യൂസ് ചെയ്ത് അപ്പം എനിക്ക് നല്ല റിസൾട്ട് കിട്ടി. അപ്പം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തില്ലെങ്കിൽ അത് ശരിയാവില്ല. നല്ല സൂപ്പർ റിസൾട്ടാണ്. അപ്പോൾ ഇത് ഞാൻ അപ്ലൈ ചെയ്യുന്നതും ഇത് വാഷ് ചെയ്യുന്നതും നിങ്ങളെ കാണിച്ചു തരാം. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിൻ്റെ റിസൾട്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ഫേസ് നല്ലപോലെ വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്കപ്പം മിക്സ് ചെയ്യാം. അപ്പം ഞാൻ അതുപോലൊരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഫേസിന് ആവശ്യമായിട്ടുള്ള ബീട്രൂട്ട് പൗഡർ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് മതി. നമ്മുടെ ഫേസ് മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളതെങ്കിൽ കുറച്ച് മതി കേട്ടോ. ഞാനിപ്പോൾ അതേ ചെയ്യുന്നുള്ളൂ, കഴുത്തിലോട്ട് കൊണ്ടുപോകുന്നില്ല. അപ്പം ഇത്ര എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനകത്തോട്ട് ഞാൻ മിക്സ് ചെയ്യുന്നത് ആദ്യം പറഞ്ഞതുപോലെ തന്നെ പാലാണ്. കണ്ടോ, കുറച്ച് പാൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യാം, കാരണം ചെറിയ കട്ടകളുണ്ട്. അത് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. വേണ്ടേ, കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം ആദ്യമേ നമുക്ക് തോനെ ഒഴിച്ച് ലൂസാകരുത്. നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ. ഞാനിപ്പോൾ ഒരു ഒറ്റവട്ട യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പം ഞാൻ ഈ ബ്യൂട്ടീഷ്യനോട് ചോദിച്ചു നമുക്ക് നല്ലൊരു പായ്ക്ക് പറഞ്ഞു തരാമോയെന്ന്. കാരണം ഞാൻ കടലമാവ് യൂസ് ചെയ്യും. അത് കൂടാതെ ഒരു പായ്ക്ക് പറഞ്ഞു തരാമോയെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അതിൻ്റെ ബ്യൂട്ടീഷ്യൻ്റെ പേര് മഞ്ജു എന്നാണ്. മഞ്ജു അപ്പോൾ എനിക്ക് പറഞ്ഞു തന്നത് ബീട്രൂട്ട് സൂപ്പറാണെന്ന് പറഞ്ഞു, ബീട്രൂട്ടിൻ്റെ പൗഡർ. അങ്ങനെയാണ് ഞാൻ വാങ്ങിയത് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ആ ബീട്രൂട്ട് വാങ്ങി ഇങ്ങനെ യൂസ് ചെയ്യുന്നത് കണ്ടോ. അപ്പം നമുക്കിതുപോലൊരു പേസ്റ്റ് രൂപത്തിൽ കിട്ടും കണ്ടോ. ഇനി നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാവേ. അപ്ലൈ ചെയ്തിട്ട് ഇതൊന്ന് ഡ്രൈ ആവും. നമുക്കറിയാമല്ലോ നമ്മുടെ സ്കിന്നിനത് ഡ്രൈ ആയി എന്നുള്ളത്. സ്കിന്ന് വലിയുന്ന ഒരു ടൈം ആകുമ്പം ഒരുപാട് വലിച്ചില്ലല്ലോ കേട്ടോ. നമുക്ക് ആ ഒരു ഡ്രൈ ആവുന്ന ടൈമിൽ നമുക്ക് കഴുകി കളയാവേ. ഒരു 10-20 മിനിറ്റിനുള്ളിൽ നമുക്ക് കഴുകി കളയാം. എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളും ആണ്. ഒറ്റ ഇൻഗ്രീഡിയൻറ്റ് മതി, ബീട്രൂട്ട് പൗഡർ. പിന്നെ ബീട്രൂട്ട് പൗഡർ വാങ്ങാൻ പറ്റാത്തവർക്ക് എനിക്ക് തോന്നുന്നു വീട്ടിൽ തന്നെ ബീട്രൂട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കഴുകി ചെറുതായി അരിഞ്ഞ് ഒക്കെ ഉണക്കിയൊക്കെ എടുക്കാമായിരിക്കും. എനിക്കറിയില്ല കേട്ടോ, പക്ഷേ അത് കുറച്ച് സമയം എടുക്കുമായിരിക്കും. ഇതിപ്പോൾ ആഴ്ചയിൽ ഒരു 3 വട്ടമെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മുടെ റിസൾട്ട് സൂപ്പറാണ്. ഞാനത് നിങ്ങളെ കഴുകി കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ.
കഴുത്തിലോട്ട് ഇടുന്നവർക്ക് ഇടാവേ, ഞാനിപ്പോൾ കഴുത്തിലോട്ട് ഇടുന്നില്ല. അത്യാവശ്യം കട്ടിയായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. ബീട്രൂട്ട് വെച്ചിട്ടുള്ള ബാത്ത് പൗഡറൊക്കെ റെഡിയാക്കി ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഭയങ്കര റിസൾട്ട് കിട്ടുന്നതാണ്. പക്ഷെ അത് നമ്മൾ ചെയ്തിട്ടില്ല ഇതുവരെ. കാരണം അതൊക്കെ ഒരുപാട് ടൈമാണ്. അതുകൊണ്ട് നമുക്ക് മെനക്കെടാൻ വയ്യ സത്യം പറഞ്ഞാൽ ആർക്കും. എടുത്തില്ലായിരുന്നു. അപ്പം നമ്മുടെ ബീട്രൂട്ടിൻ്റെ പായ്ക്ക് ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ റോസ് വാട്ടർ സ്യൂട്ട് ആവുന്ന സ്കിന്നാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും റോസ് വാട്ടർ തന്നെ അപ്ലൈ ചെയ്യുക. ഇപ്പോൾ എനിക്ക് റോസ് വാട്ടർ പറ്റില്ല, എൻ്റെ സ്കിന്നിന് പിമ്പിൾസ് വരും. അതുകൊണ്ട് മാത്രം ഞാൻ പാലിലിടുന്നു. പാലും പറ്റും, തൈരും പറ്റും കേട്ടോ. പക്ഷെ തൈരിനകത്ത് ഇടണ്ടെന്നാണ് എന്നോട് മഞ്ജു പറഞ്ഞത്. അതുകൊണ്ടാണ് തൈരിലിടാൻ കേട്ടോ. അപ്പോൾ അതേണ്ടേ നമ്മുടെ ബീട്രൂട്ടിൻ്റെ ഫേസ് പാക്ക് ഇവിടെ റെഡിയാക്കി ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഡ്രൈ ആവുന്ന ടൈം വരെ വെയിറ്റ് ചെയ്യാം. അത് കഴിയുമ്പോൾ നിങ്ങളുടെ റിസൾട്ട് ഞാൻ നല്ലതുപോലെ കഴുകി നിങ്ങൾ ഈ ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ചിട്ട് നിങ്ങളെ ഞാൻ കഴുകി കാണിച്ചുതരാം. അപ്പോൾ നിങ്ങൾ വിശ്വസിച്ചാൽ മതി. ഓക്കെ, അപ്പം ഇതൊന്ന് ഡ്രൈ ആവട്ടെ. ഹലോ, അപ്പം നമ്മൾ തന്നെ പാക്ക് അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു ഏരിയയിലൊക്കെ ഇച്ചിരി ഡ്രൈ ആവുന്നുണ്ട്. പക്ഷേ ഇത് മതി കേട്ടോ, നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട് കണ്ടോ. അപ്പം ഞാനിവിടെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളെ ഞാൻ കഴുകി കാണിച്ചു തരാം. റിസൾട്ട് നിങ്ങളത് നോക്കുക. ആദ്യം നമുക്ക് കുറച്ച് വെള്ളം ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മസാജ് ചെയ്ത് കഴുകാം കേട്ടോ. ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾ തന്നെ നോക്കുക. കണ്ടോ, നല്ല റിസൾട്ടാണ്. സൂപ്പറായിട്ട് ഫേസ് ലൈറ്റനായിട്ടുണ്ട്. അപ്പോൾ ആഴ്ചയിൽ 3 വട്ടം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അതിൻ്റെ റിസൾട്ട്. അടിപൊളി റിസൾട്ടാണ്. ഇപ്പം ഞാനിവിടെ കിച്ചണിൽ ഇരുന്നാണ് ചെയ്യുന്നത്. ലൈറ്റൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ബാക്കിൽ നിങ്ങൾക്ക് ലൈറ്റ് കാണാം. ഇപ്പോൾ സൺലൈറ്റിൻ്റെ വെട്ടം മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഈ ജനലിൻ്റെ ഇടയ്ക്ക് കൂടെ ഉള്ള സൺലൈറ്റിൻ്റെ വെട്ടം മാത്രമേ ഉള്ളൂ. സൂപ്പർ റിസൾട്ടാണ്. സൂപ്പർ 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 റിസൾട്ടാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നോക്കിയാൽ ഞാൻ ഒരുപാട് വാഷ് ചെയ്ത് കഴിഞ്ഞില്ല. അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. എങ്കിലും നിങ്ങളൊന്ന് നോക്കുക. നല്ല 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 സൂപ്പറായിട്ട് നമ്മുടെ ഫേസ് ഒരു 2 ഷെയ്ഡെങ്കിലും ഞാൻ ഫസ്റ്റ് വീഡിയോ ചെയ്യാൻ വരുന്നതിന് മുമ്പ് കണ്ട സ്കിന്നും ഈ ഒരു സ്കിന്നും തമ്മിൽ നിങ്ങൾക്ക് നല്ലതുപോലെ കാണുമ്പോൾ അറിയാം. നല്ലോണം ലൈറ്റനായിട്ടുണ്ട് കണ്ടോ. നല്ലതുപോലെ ലൈറ്റനായിട്ടുണ്ട്. പിന്നെ 2 ഷെയ്ഡെങ്കിലും ലൈറ്റൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ബ്രൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് എൻ്റെ പൊട്ട് ഞാനിവിടെ എവിടെയോ ഊരി വെച്ചിരുന്നു. അപ്പം നിങ്ങൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തീർച്ചയായിട്ടും എനിക്കറിയാം കേട്ടോ. കാരണം അത്രത്തോളം ലൈവായിട്ട് തന്നെ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നെ. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കൊരു ബ്യൂട്ടീഷ്യൻ പറഞ്ഞു തന്ന ഒരു പായ്ക്ക് എന്തായാലും അതിന് തെറ്റ് സംഭവിക്കില്ല. അപ്പം ഞാൻ മഞ്ജുവിൽ 101% മഞ്ജു പറഞ്ഞു തന്ന പായ്ക്കിനോട് യോജിക്കുന്നുണ്ട് കേട്ടോ. നല്ല സ്റ്റൈലായിട്ട് നല്ല ഭംഗിയായിട്ട്
ഫേസ് നല്ലപോലെ ബ്രൈറ്റൻ ആയിട്ടുണ്ട്. അപ്പോൾ ആഴ്ചയിൽ 3 വട്ടം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. വീഡിയോ മറ്റുള്ളവരിലേക്ക്, അതായത് നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് അയയ്ക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള സ്കിൻ കെയർ വീഡിയോസും ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ടാറ്റാ.